കേരള സാങ്കേതിക സർവകലാശാലയിൽ പരീക്ഷാ കൺട്രോളർ ഇല്ലാത്ത സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന എഞ്ചിനീയറിംഗ് പരീക്ഷകൾ താളം തെറ്റുമെന്ന് ആശങ്ക. സർവകലാശാലയിൽ പകരം പരീക്ഷാ കൺട്രോളറെ അടിയന്തരമായി നിയമിക്കണമെന്ന വിസിയുടെ അപേക്ഷയും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ അടിയന്തര ശുപാർശയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തടഞ്ഞതോടെ സ്ഥിതി സങ്കീർണമായി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മന്ത്രി ഗുരുതര ചട്ടലംഘനമാണ് നടത്തിയതെന്ന് പരാതി ഉയർന്നു. സിപിഎമ്മിലെ ഭിന്നതകളാണ് മന്ത്രിയുടെ നിലപാടിന് പിന്നിലെന്നാണ് വിവരം. സാങ്കേതിക സർവകലാശാല പരീക്ഷാ കൺട്രോളറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിനു തോമസിനെ പ്രൊഫസർ പദവിയിൽ നിന്ന് IHRD ഡയറക്ടർ തരം താഴ്ത്തിയിരുന്നു. ഇതേ തുടർന്ന് KTUവിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ പരീക്ഷാ കൺട്രോളറും ഡീനുമായി അദ്ദേഹം തുടരുന്നത് അയോഗ്യത ആയതുകൊണ്ട് പകരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കണമെന്ന് അഭ്യർത്ഥിച്ച് VC ഡോക്ടർ സിസ തോമസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അപേക്ഷ നൽകിയിരുന്നു. എഞ്ചിനീയറിംഗ് പരീക്ഷകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതിനാൽ മേൽനോട്ടം വഹിക്കാൻ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ പരീക്ഷാ കൺട്രോളറെ നിയമിക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് ശുപാർശ ചെയ്ത ഫയലാണ് മന്ത്രി തടഞ്ഞത്. വിനു തോമസിന് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുന്നതുവരെ സർവകലാശാലയിൽ നിന്ന് വിടുതൽ ചെയ്യുവാൻ പാടില്ല എന്നതാണ് മന്ത്രിയുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ അടിയന്തര ശുപാർശ മന്ത്രി വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതായി ആരോപണമുണ്ട്. മന്ത്രിയുടെ രാഷ്ട്രീയ നിലപാട് മൂലം എഞ്ചിനീയറിംഗ് പരീക്ഷകൾ താളം തെറ്റുമെന്ന് അറിയുന്നു. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ IHRDയുടെ സ്ഥിരം ഡയറക്ടറായി നിയമിക്കാനുള്ള നീക്കം ഡയറക്ടർ തസ്തികയുടെ മറ്റൊരു അപേക്ഷകനായ വിനു തോമസ് കോടതിയിൽ ചോദ്യം ചെയ്തതിനെ തുടർന്ന് നിയമനം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ IHRD പ്രിൻസിപ്പൽ തസ്തികയിൽ വിനു തോമസ് തുടരവെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് വിനു തോമസിനെ പ്രൊഫസർ പദവിയിൽ നിന്നും ഡയറക്ടർ തരം താഴ്ത്തുകയായിരുന്നു. CPM-കാരനായ വിനു തോമസിനെ സംരക്ഷിക്കാൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ടും VSന്റെ മകൻ അരുൺകുമാർ വഴങ്ങിയിരുന്നില്ല. ഇതാണ് സ്ഥിതി സങ്കീർണമാക്കിയത്.